ഓരോ വർഷവും മൺസൂൺ എത്തുമ്പോൾ ആസമിലെ ഗ്രാമങ്ങളിൽ മരണഭയം ചൂഴും. ഇത്തവണ എത്ര ജീവനുകൾ നഷ്ടമാവും, എത്ര വീടുകൾ വെള്ളത്തിനടിയിലാകും എന്നിങ്ങനെ ആധിവേവുന്ന ചോദ്യങ്ങൾ ഉയരും. ഇത്തവണയും മാറ്റമില്ല. വടക്കു കിഴക്കൻ സംസ്ഥാനമായ അസമിനെ വീണ്ടും പ്രളയം വിഴുങ്ങിയിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ആളുകളാണ് ദുരിതത്തിലായത്. പതിനായിരക്കണക്കിന് ഹെക്ടർ കൃഷിയിടങ്ങൾ നശിച്ചു. നൂറുകണക്കിന് ഗ്രാമങ്ങൾ വെള്ളത്തിനടിയിലായി. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം മരണസംഖ്യ 68 കടന്നിരിക്കുകയാണ്. ഇവിടെയാണ് പ്രസക്തമായൊരു ചോദ്യം ഉയരുന്നത്. 2021 അസം നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചിരുന്നു, അടുത്ത 5 വർഷത്തിനുള്ളിൽ അസമിനെ പ്രളയരഹിത സംസ്ഥാനമാക്കുമെന്നായിരുന്നു ആ പ്രഖ്യാപനം. 5 വർഷങ്ങൾക്കിപ്പുറം BJPയുടെ ഡബിൾ എഞ്ചിൻ ഭരണത്തിൻ്റെ കീഴിലുള്ള അസമിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? ആ വാഗ്ദാനം എവിടെ പോയി? എന്തുകൊണ്ടാണ് വർഷം തോറും ഒരേ ദുരന്തം ഈ നാട്ടിൽ ആവർത്തിക്കുന്നത്? ഇത്തവണ പ്രളയത്തിൻ്റെ ഏറ്റവും വലിയ ആഘാതം നേരിട്ടത് അപ്പർ അസമിലെ ശിവസാഗർ, ചരൈഡിയോ, ജോർഹട്ട് ജില്ലകളാണ്. പല പ്രദേശങ്ങളിലും കഴുത്തൊപ്പമാണ് വെള്ളമുയർന്നത്. പ്രളയജലം ഇറങ്ങിത്തുടങ്ങിയെങ്കിലും ജനങ്ങൾക്ക് ഇപ്പോഴും സ്വന്തം വീടുകളിലേക്ക് മടങ്ങാനാകുന്നില്ല. കാരണം വെള്ളം മാത്രമല്ല, അടിയൊഴുക്കിൽ ഒലിച്ചെത്തിയ ചെളിയും മണലും പല പ്രദേശങ്ങളിലും അടിക്കണക്കിന് അടിഞ്ഞുകൂടിയിരിക്കുകയാണ്. റോഡുകളും കൃഷിയിടങ്ങളും വീടുകളും മണലിനടിയിലായിരിക്കുകയാണ്. വാഹനങ്ങൾക്കോ കാൽനട യാത്രക്കാർക്കോ പോലും സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. സംസ്ഥാന മുഖ്യമന്ത്രി ഹിമന്തോ ബിശ്വ ശർമ്മ തന്നെ സമ്മതിച്ച ഒരു വസ്തുതയുണ്ട്. പ്രളയജലം പിൻവാങ്ങിയ ശേഷവും ശിവസാഗറിലെ നാസിറ മണ്ഡലത്തിലെ ഏകദേശം 30%, ശിവസാഗർ മണ്ഡലത്തിലെ 20% പ്രദേശങ്ങളിലേക്ക് ദുരിതാശ്വാസ സംഘങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിരുന്നില്ല. ദുരന്ത നിവാരണ സംവിധാനങ്ങൾക്ക് പോലും എത്തിപ്പെടാൻ കഴിയാത്ത രീതിയിലാണ് ഇത്തവണത്തെ പ്രളയം നാശം വിതച്ചത്. ഇതൊക്കെ കേൾക്കുമ്പോൾ വീണ്ടും ചില ചോദ്യങ്ങൾ കൂടെ നമ്മുടെ മനസ്സിലുയരും. എന്തുകൊണ്ടാണ് അസമിൽ ഓരോ വർഷവും ഇത്രയും വലിയ പ്രളയമുണ്ടാകുന്നത്? ഇത് ശക്തമായ മഴയുടെ മാത്രം പ്രശ്നമാണോ? അല്ല. അസമിൻ്റെ ഭൂപ്രകൃതിയും ബ്രഹ്മപുത്രയുടെ സ്വഭാവവും മനുഷ്യൻ്റെ അശാസ്ത്രീയമായ ഇടപെടലുകളും ചേർന്നാണ് ഈ ദുരന്തം രൂപപ്പെടുന്നത്. ആദ്യ കാരണം ബ്രഹ്മപുത്രയാണ്. ടിബറ്റിൽ നിന്ന് ആരംഭിച്ച് അരുണാചൽ പ്രദേശിലൂടെയും അസമിലൂടെയും ഒഴുകുന്ന ബ്രഹ്മപുത്രയും അതിൻ്റെ പോഷക നദികളും വൻതോതിൽ മണ്ണും എക്കലും വഹിച്ചാണ് എത്തുന്നത്. ഈ മണ്ണ് വർഷങ്ങളായി നദീതടങ്ങളിൽ അടിഞ്ഞുകൂടുന്നതോടെ നദിയുടെ ആഴവും വെള്ളം ഉൾക്കൊള്ളാനുള്ള ശേഷിയും കുറയുന്നു. അതിനാൽ ശക്തമായ ഒരു മഴ പെയ്താൽ നദി വേഗത്തിൽ കരകവിയും. രണ്ടാമത്തെ കാരണം തീവ്രമായ മഴയാണ്. ഇത്തവണ നാഗാലാൻഡിലെ മോൺ ജില്ലയിൽ ഏകദേശം മണിക്കൂറുകൾക്കുള്ളിൽ ലഭിച്ച അതിശക്തമായ മഴ ദിഘൌ, ദിസാങ് തുടങ്ങിയ നദികളിലൂടെ അതിവേഗം അസമിലേക്ക് ഒഴുകിയെത്തി. അപ്രതീക്ഷിതമായി ഈ കുത്തിയൊഴുക്കാണ് അപ്പർ അസമിലെ പല പ്രദേശങ്ങളെയും മണിക്കൂറുകൾക്കുള്ളിൽ വെള്ളത്തിനടിയിലാക്കിയത്. മൂന്നാമത്തെ കാരണം മനുഷ്യൻ്റെ ഇടപെടലുകളാണ്. അത് പറയാതെ വയ്യ. നദീതടങ്ങളിലും മലനിരകളിലും നടക്കുന്ന അനധികൃത ഖനനം, വനനശീകരണം, ഭൂവിനിയോഗത്തിലെ മാറ്റങ്ങൾ എന്നിവ മഴവെള്ളം സ്വാഭാവികമായി മണ്ണിലേക്ക് ഇറങ്ങിപ്പോകുന്ന പ്രക്രിയയെ തടസ്സപ്പെടുത്തുകയാണ്. ഇതിന് ഫലമായി വലിയ അളവിലുള്ള വെള്ളം വളരെ വേഗത്തിൽ നദികളിലേക്ക് ഒഴുകിയെത്തുകയും പ്രളയത്തിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി സർക്കാരിൻ്റെ വാഗ്ദാനങ്ങളിലേക്ക് വരാം. അത് പറയാതെ വയ്യല്ലോ. 2016 BJPയുടെ അസം വിഷൻ ഡോക്യുമെൻറ്റ് 2016-2025 പിന്നീട് 2021 തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലും പ്രളയ നിയന്ത്രണത്തിന് വലിയ പദ്ധതികളാണ് പ്രഖ്യാപിച്ചത്. ബ്രഹ്മപുത്രയുടെ ആഴം വർദ്ധിപ്പിക്കാൻ ഡ്രെഡ്ജിംഗ് നടത്തും, നദീതീര വികസന പദ്ധതികൾ നടപ്പിലാക്കും, ആധുനിക പ്രളയ മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കും, മജൂലി ഉൾപ്പെടെയുള്ള അതീവ അപകട സാധ്യതയുള്ള മേഖലകളെ സംരക്ഷിക്കും. ഇവയൊക്കെയായിരുന്നു പ്രധാന വാഗ്ദാനങ്ങൾ. എന്നാൽ യാഥാർത്ഥ്യം എന്തായിരുന്നു? 2016 കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ബ്രഹ്മപുത്രയിൽ സദിയ മുതൽ ധൂബ്രി വരെ ഡ്രെഡ്ജിംഗ് നടത്തുമെന്നും നദിയുടെ ഇരുകരകളിലും എക്സ്പ്രസ് വേ നിർമ്മിക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ 2020 അസം ജലസേചന മന്ത്രി നിയമസഭയിൽ സമ്മതിച്ചത് സർക്കാർ ഇതുവരെ ഒരു ഡ്രഡ്ജർ പോലും വാങ്ങിയിട്ടില്ലെന്നാണ്. എന്താണ് ഉണ്ടായത്? ഒന്നും ഉണ്ടായില്ല. ബ്രഹ്മപുത്രയുടെ സമഗ്ര ഡ്രഡ്ജിങ്ങിനോ പ്രഖ്യാപിച്ച എക്സ്പ്രസ് ഹൈവേ പദ്ധതിക്കോ നിലവിൽ പദ്ധതിയില്ലെന്ന് പിന്നീട് കേന്ദ്ര സർക്കാർ പാർലമെൻറ്റിലും വ്യക്തമാക്കി. വൻ തുക ചെലവഴിച്ച കണക്കുകൾ കാട്ടി അസം സർക്കാർ മറ്റൊരു അവകാശവാദവും ഉയർത്തിയിരുന്നു. DRIMS, IDS, DRR, ഡ്രോൺ നിരീക്ഷണം തുടങ്ങിയ ആധുനിക സാങ്കേതികവിദ്യകൾ ഉപയോഗിച്ച് പ്രളയം മുൻകൂട്ടി തിരിച്ചറിയാനും ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനും കഴിയുമെന്ന്. എന്നാൽ ഇത്തവണ നാഗാലാൻഡിൽ കനത്ത മഴയിൽ വെള്ളം കുത്തിയൊലിച്ചെത്തിയപ്പോൾ ഈ സംവിധാനങ്ങളൊന്നും രക്ഷയ്ക്കെത്തിയില്ല. എന്തിന് ശിവസാഗറിലെയും ചരൈഡിയോയിലെയും പ്രദേശവാസികൾക്ക് ഒരു ജാഗ്രതാ മുന്നറിയിപ്പ് പോലും കിട്ടിയില്ലെന്നാണ് ആക്ഷേപമുയരുന്നത്. ഇതിനിടെയാണ് പ്രതിപക്ഷം സർക്കാരിനെതിരെ ശക്തമായ വിമർശനവുമായി രംഗത്തെത്തിയത്. 10 വർഷമായി കേന്ദ്രത്തിലും സംസ്ഥാനത്തും BJP അധികാരത്തിലിരിക്കെ എന്തുകൊണ്ടാണ് അസമിന് ഇന്നും ശാശ്വതമായ പ്രളയ നിയന്ത്രണ സംവിധാനം ഒരുക്കാൻ കഴിയാത്തത്?
അമിത്ഷായുടെ പ്രളയരഹിത അസം എന്ന വാഗ്ദാനം എവിടെ പോയി എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. അതേസമയം പ്രളയ നിയന്ത്രണം അതീവ സങ്കീർണമായൊരു വിഷയമാണെന്നും കാലാവസ്ഥാ വ്യതിയാനവും അതിതീവ്ര മഴയും വെല്ലുവിളി വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നുമാണ് കേന്ദ്ര സർക്കാരിൻ്റെ കണ്ണടച്ചുള്ള വിശദീകരണം. അപ്പോൾ പരിഹാരം എന്താണ്? ഓരോ പ്രളയത്തിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുന്നതും സഹായധനം വിതരണം ചെയ്യുന്നതും മാത്രം മതിയാകില്ല. ശാസ്ത്രീയമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ആവശ്യമായ ഇടങ്ങളിൽ നദീതട പരിപാലനവും ഡ്രഡ്ജിങ്ങും നടത്തണം. വനനശീകരണവും നിയന്ത്രിക്കുകയും മലനിരകളുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുകയും വേണം. കൽക്കരി ഖനനമടക്കം അസമിൻ്റെ വനമേഖലയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കണം. കുന്നുകൾ ഇടിച്ചു നിരത്തിയുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് മൂക്കുകയറിടണം. ദുർബലമായ എംബാങ്ക്മെൻറ്റുകൾ നവീകരിക്കണം. ഗ്രാമതലം വരെ എത്തുന്ന വിശ്വസനീയമായ പ്രളയ മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കണം. ദീർഘകാല നദീതട മാനേജ്മെൻറ്റിന് കേന്ദ്രവും സംസ്ഥാനവും കൈകോർത്ത് പ്രവർത്തിക്കണം. പേരിൽ മാത്രം ഡബിൾ എഞ്ചിനായാൽ പോരാ. ഓരോ മൺസൂണിലും അസമിൽ ഒരേ കാഴ്ചയാണ് ആവർത്തിക്കുന്നത്. വീടുകൾ വെള്ളത്തിനടിയിലാകുന്നു, കൃഷിയിടങ്ങൾ മണലിനടിയിലാകുന്നു, ആയിരക്കണക്കിന് കുടുംബങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറുന്നു. അടുത്ത തവണ അത് ആവർത്തിക്കില്ലെന്ന രാഷ്ട്രീയക്കാരുടെ വാഗ്ദാനങ്ങൾക്ക് മാത്രമാണ് ഇവിടെ മാറ്റമില്ലാത്തത്. മാനത്ത് കാറുമൂടുമ്പോൾ ആധിയില്ലാതെ, മരണഭയമില്ലാതെ അന്തിയുറങ്ങാൻ എന്നാവുമെന്ന് ഒരു ജനം ചോദിക്കുകയാണ്. മൈക്ക് കെട്ടി അലറി വിളിച്ച് നടത്തുന്ന നാടകങ്ങൾക്കപ്പുറം അത് അഭിസംബോധന ചെയ്യപ്പെടേണ്ടതുണ്ട്. കേന്ദ്രത്തിലെയും സംസ്ഥാനത്തിലെയും BJP സർക്കാരുകൾക്ക് അതിനുള്ള ഉത്തരവാദിത്വമുണ്ടാകണം. അതാണ് ജനം പ്രതീക്ഷിക്കുന്നത്. അതുണ്ടാവാത്തിടത്തോളം സിസ്റ്റം പരാജയം തന്നെയാണ് സർ.